പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ വി.കെ. പവിത്രൻ്റെ പേരിലുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയ +2 വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ അവാർഡ് വാങ്ങിയത്. എല്ലാം ജാതിയിൽ മതത്തിൽ ഒക്കെ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിൽ ഈ വിദ്യാർത്ഥികൾ ആ പരിമിതികളെ മറികടന്നുകൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയതിൻ്റെ അംഗീകാരം കൂടിയാണ് ഇവിടെ നടന്നത്. ഇത് വി.കെ. പവിത്രൻ്റെ പേരിലുള്ള അവാർഡാണ്. വി.കെ. പവിത്രനെ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ ജി. ഷഹീദ് എൻ്റെ അടുത്ത സുഹൃത്താണ്. പത്രപ്രവർത്തനത്തിൽ ഞങ്ങൾ സഹപ്രവർത്തകരുമായിരുന്നു. ഷഹീദിനെ കുറിച്ച് പല തമാശകളും ആ പേരിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെയും ആദ്യകാലത്തെ ഒരു ധാരണ ഷഹീദ് ഒരു മുസ്ലിം ആണെന്നുള്ളതായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഏത് ജാതിയാണെങ്കിലും വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് അബദ്ധമൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഹൈക്കോടതിയിലെ ഒരു മുസ്ലിം ജഡ്ജി അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഷഹീദുമായി ഒരു വിവാഹാലോചന നടത്തിയതായി കേട്ടിട്ടുണ്ട്. കാരണം ഷഹീദ് കോടതിയിൽ മാതൃഭൂമിയുടെ നിയമകാര്യ ലേഖകരായിരുന്നു. എല്ലാ ജഡ്ജിമാർക്കും ഷഹീദിനെ വലിയ താല്പര്യമായിരുന്നു. കാരണം ഷഹീദ് വിചാരിച്ചാൽ മാതൃഭൂമി പത്രത്തിൽ ആ ജഡ്ജിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ കോടതി വിധിയുടെ പരാമർശമൊക്കെ വരും. അപ്പം അങ്ങനെ ഷഹീദ് ഒറ്റനോട്ടത്തിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് കരുതി പലർക്കും പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഷഹീദ് എന്ന പേരിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. പവിത്രൻ തന്നെയാണ് തൻ്റെ സഹോദരിയുടെ മകന് ആ പേര് നൽകിയത്. മതമില്ലാത്ത ജീവൻ എന്നത് നമുക്കെല്ലാം പരിചയമുള്ള ഒരു പ്രയോഗമാണ്. എം.എ. ബേബി കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഇറക്കിയ പാഠപുസ്തകത്തിൽ ആണ് മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം ഉണ്ടായത്. അത് മതത്തിനെതിരെയുള്ള വിമർശനമായി കരുതേണ്ട കാര്യമൊന്നുമില്ല. ജീവൻ എന്നത് പൊതുവെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ ജീവൻ എന്ന കുട്ടിക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കും ആക്ഷേപം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് അത് വലിയ തോതിലുള്ള വിമർശനത്തിനും ആക്ഷേപത്തിനും കാരണമായി. എം.എ. ബേബിക്ക് അത് തിരുത്തലുകൾ വരുത്തേണ്ടി വന്നു. അന്ന് ചില ക്രൈസ്തവ പുരോഹിതന്മാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ബേബി നിയമസഭ കാണുമില്ല എന്ന്. ഏറെക്കുറെ അതുകൊണ്ട് അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ CPIM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും ശോഭനമായി വികസിക്കേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയ ഭാവിയുടെ അന്ത്യം ആണ് മതമില്ലാത്ത ജീവൻ എന്ന സ്കൂൾ പാഠപുസ്തകത്തിലെ പാഠത്തിലൂടെ അദ്ദേഹം സ്വയം വരിച്ചത്. ഇവിടെ എൻ്റെ ചെറുപ്പകാലം മുതൽ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഈ മിശ്ര വിവാഹം എന്നുള്ളത്. എന്തോ ആ പേരിനോട്, ആ പ്രയോഗത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല. മനുഷ്യർ തമ്മിലാണുള്ള വിവാഹം നടക്കുന്നത്. മനുഷ്യനും തമ്മിലല്ലാതെ, അല്ലെങ്കിൽ സാപ്പിയൻസ് തമ്മിലല്ലാതെ ഒരു വിവാഹം നടന്നാൽ വേണമെങ്കിൽ മിശ്ര വിവാഹം എന്ന് പറയാം. പക്ഷെ ആ പേരാണ് നമുക്ക് ഏറെക്കുറെ പരിചയമുള്ളത്. സ്വന്തം ജാതി, സ്വന്തം സമുദായം, സ്വന്തം മതം, അതിൽ നിന്ന് വിഭിന്നമായി ഒരു ഇണയെ കണ്ടെത്തുമ്പോൾ അതിനെ പൊതുവെ ഉപയോഗിക്കുന്നൊരു പേരാണ് ഈ മിശ്ര വിവാഹം എന്നുള്ളത്. മറ്റൊരു സന്ദർഭത്തിൽ ഈ മിശ്രം എന്ന വാക്ക് ഉപയോഗിച്ച് കേൾക്കുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ ചരിത്ര പ്രസിദ്ധമായ ആ മിശ്ര ഭോജനമാണ്. അത്
ഒരു സാമൂഹിക വിപ്ലവത്തിൻ്റെ കാഹളം മുഴക്കിയ ഒരു മഹാസംഭവമായിരുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത് മിശ്രഭോജനത്തിൻ്റെ 109ാമത് വാർഷികവും മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ VK പവിത്രൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവാർഡ് വിതരണവും ആണ്. ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ നിറയെ മിശ്രവിവാഹിതരാണ് എന്ന കാര്യം ആലോചിച്ചെടുത്തത്. ഇവിടെ മാവേലിക്കരയിൽ നിന്ന് വന്ന ആ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസിഡന്റ് മാവേലിക്കരയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു. അന്ന് എൻ്റെ സഹോദരി മാവേലിക്കരയിൽ മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ സഹോദരി വിവാഹം ചെയ്തത്, എൻ്റെ സഹോദരി സ്വാഭാവികമായും ക്രിസ്ത്യാനിയാണ്, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ എൻ്റെ സഹോദരി വിവാഹം ചെയ്തത് ഒരു മുസ്ലിമിനെയാണ്. എനിക്ക് 3 ആൺമക്കളുള്ളതിൽ ആദ്യത്തെ ആൾ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചു. രണ്ടാമത്തെ ആൾ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലമാണ്. അമ്മ ഇപ്പോൾ കാര്യമായ ഒന്നും ഒബ്ജക്റ്റ് ചെയ്തില്ല. പക്ഷെ അമ്മ തമാശയായിട്ടാണോ കാര്യമായിട്ടാണോ എന്നറിയില്ല, എന്നോട് അന്ന് പറയുകയുണ്ടായി, എന്നോടും എൻ്റെ ഭാര്യയോടുമായി പറയുകയുണ്ടായി. 3 ആൺമക്കളാണല്ലോ, ഒന്ന് ക്രിസ്ത്യാനി, രണ്ടാമത്തത് മുസ്ലിം. ഇനി മൂന്നാമതൊരു ഹിന്ദുവിനെ കൂടി കണ്ടുപിടിച്ചാൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മൈത്രി പൂർണ്ണമാകുമല്ലോ എന്നൊരു തമാശ പറഞ്ഞു. അമ്മ മരിച്ചുപോയി. പക്ഷെ അമ്മ അന്ന് ആ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ 3ാമത്തെ മകൻ ഒരു നായർ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സൗഹാർദ്ദം അത് സമ്പൂർണമായി. എൻ്റെ സഹോദരിയുടെ എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് കസിൻ സഹോദരിയുടെ മകൻ കല്യാണം കഴിച്ചത് ഒരു ദളിത് പെൺകുട്ടിയാണ്. അപ്പോൾ സമ്പൂർണ്ണം എനിക്ക് തോന്നുന്നു അനിൽകുമാർ എന്നെ ഈ സംഘടനയുടെ ഭാരവാഹിയാക്കാൻ ക്ഷണിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും ഈ നമുക്ക് മിശ്രവിവാഹം എന്ന് പറയുമ്പോൾ അതിനും അപ്പുറത്ത് മിശ്രവിവാഹം ഇപ്പോൾ ഏതാണ്ടൊരു സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട്. നമ്മുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സാമൂഹിക ക്രമത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടേതായ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാട്രിമോണിയൽ പരസ്യങ്ങൾ TV-യിൽ കാണുമ്പോഴൊക്കെ നല്ല ഫലിതമാണ്. നായർ മാട്രിമോണിയൽ, ഈഴവ മാട്രിമോണിയൽ, മുസ്ലിം മാട്രിമോണിയൽ, ക്രിസ്ത്യൻ മാട്രിമോണിയൽ. പത്രങ്ങളിലും ഞായറാഴ്ച ഈ വിവാഹ പരസ്യങ്ങൾ, ക്ലാസിഫൈഡ് പരസ്യങ്ങൾ നോക്കുമ്പോൾ തരാതരം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ജാതി അടിസ്ഥാനത്തിലാണ്. അത് ഞാൻ വലിയ തെറ്റ് പറയുന്നില്ല, കാരണം എല്ലാവരും കല്യാണം ആലോചിക്കുന്നതൊക്കെ ജാതിയെ സ്വന്തം ജാതിയിൽപ്പെട്ടവരുമായിട്ടാണ്. പക്ഷേ ഈ മതമില്ലാത്ത വിവാഹം ധാരാളം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ IT തുടങ്ങിയ തൊഴിൽ മേഖലകളും അവിടെയൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പുറത്ത് താമസിക്കുന്ന സാഹചര്യങ്ങളും, എന്തിന് ഈ ലിവിങ് ടുഗദർ എന്നൊക്കെയുള്ള അതിനൊക്കെ നിയമപരമായ പിന്തുണ പോലും ഇപ്പോൾ കോടതികളിലൊക്കെ പിന്തുണ പോലും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അവസ്ഥയിലും സ്വന്തം ജാതിയിൽപ്പെട്ടവരെ അന്വേഷിച്ചാലും പോകുന്നില്ല. അതിന് അപ്പുറം കടന്ന് വിവാഹം പോലും വേണ്ട എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറ, ഈ ജെൻസി എന്നൊക്കെ വിളിക്കുന്നില്ലേ, അവർ എത്തിയിരിക്കുന്നു. അവർക്ക് വിവാഹം വേണമെന്നില്ല, പക്ഷെ വിവാഹിതരാകാതെ തന്നെ ഒരുമിച്ച് ജീവിക്കേണ്ടത് എങ്ങനെ എന്നവർക്കറിയാം.
ഇനി വിവാഹിതരായാലോ പ്രസവം വേണമെന്നില്ല, കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു വ്യാപകമായി സാർവത്രികമായി വികാസം പ്രാപിക്കുന്ന ഒരു ജീവിതക്രമവും സാമൂഹിക ക്രമവും ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ജാതിയും മതവും ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതിനൊക്കെ അപ്പുറത്തേക്ക് പുതിയ തലമുറ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ അങ്ങനെ സാഹസികമായി, പണ്ടെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈ മതം മാറി സമുദായം മാറിയൊക്കെ കല്യാണം കഴിക്കുന്നവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയുമ്പോൾ അവരത്ര സാഹസികരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. സാഹസികത ആവശ്യമുള്ള കാര്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതൊരു സാധാരണ സാമൂഹിക ക്രമമോ ജീവിതക്രമമോ ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ പ്രണയവിവാഹങ്ങളുടെ കാലമാണ്. പ്രേമിക്കാൻ തോന്നിയാൽ അപ്പുറത്തെ പെൺകുട്ടി ഏത് ജാതിയിൽപ്പെട്ടതാണ്, സമുദായത്തിൽപ്പെട്ടതാണ് എന്ന് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് അന്വേഷിച്ചതിന് ശേഷമല്ലല്ലോ പ്രണയം നടക്കുന്നത്. ഇനി അറിഞ്ഞാൽ തന്നെ ഇപ്പോൾ തകഴിയുടെ ചെമ്മീൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. അവിടെ പരീക്കുട്ടി ആരാണെന്നും കറുത്തമ്മ ആരാണെന്നും ഇരുവർക്കും അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും അവർക്ക് പ്രേമിക്കേണ്ടി വന്നു. അപ്പോൾ മനുഷ്യ സഹജമായ സ്വാഭാവികമായ അടുപ്പമാണ് ഈ പ്രണയം, പ്രേമം എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ ജാതിക്ക്, സമുദായത്തിന് വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നും, ചിലപ്പോൾ ഇല്ല എന്ന് തോന്നും. ഏതായാലും ദൈവത്തെ പരസ്യമായോ രഹസ്യമായോ വെല്ലുവിളിക്കത്തക്ക ഒരു സാഹസികത, ധൈര്യം എനിക്കില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ പല പല തമാശകളും ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇന്നലെ ടെലിവിഷനിൽ പ്രളയ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റാന്നിയിൽ നിന്ന് മറ്റുള്ളൊരു റിപ്പോർട്ടറുടെ വാർത്തയാണ്, നറേഷൻ ആണ്. അവിടെ വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ മലയിടിഞ്ഞു വീണപ്പോൾ, മണ്ണിടിഞ്ഞപ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെട്ടു. അപ്പോൾ അയാളുടെ പ്രതികരണം ദൈവം രക്ഷിച്ചു എന്നാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഞാൻ എൻ്റെ സഹോദരനോട് പറയുകയും ചെയ്തു, എന്നാൽ പിന്നെ ഈ മല ഇടിയുന്നത്, കുന്നിടിഞ്ഞ് വീഴുന്നത് ഒക്കെ ദൈവത്തിന് തടഞ്ഞാൽ പോരായിരുന്നു. ഇതേ സന്ദേഹം തന്നെ വളരെ മനോഹരമായി പ്രകടിപ്പിച്ച ആളാണ് MA ബേബി. അഷ്ടമുടിക്കായലിൽ പെരുമൺപാലത്തിൽ നിന്ന് ആ തീവണ്ടി കായലിലേക്ക് വീണു. അതിൻ്റെ കാരണം ഇപ്പോഴും അറിഞ്ഞുകൂടാ. കാറ്റ് അടിച്ചു വീണെന്നാണ് അന്ന് കേട്ടത്. മറ്റൊരു വിശദീകരണം ഇനിയും ഉണ്ടായിട്ടുമില്ല. ആ തീവണ്ടിയിൽ വെള്ളത്തിലേക്ക് പോയ ആ യാത്രക്കാരുടെ കൂട്ടത്തിൽ MA ബേബിയുടെ ഭാര്യ ബെറ്റിയും ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തകർ ബെറ്റിയെ കരയ്ക്കെത്തിച്ചു. അപ്പോഴേക്കും അറിഞ്ഞ് MA ബേബിയും അവിടെ എത്തി. അപ്പോൾ ബേബിയോട് ഈ രക്ഷാപ്രവർത്തകർ പറഞ്ഞത്, ദൈവം സഹായിച്ച് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ്. അതിനോട് ബേബിയുടെ പ്രതികരണം, എന്നാൽ പിന്നെ ഈ തീവണ്ടി കായലിലേക്ക് മറിയാതെ ദൈവത്തിന് നോക്കാമായിരുന്നില്ലേ, അതിലെ ഏറ്റവും വലിയ രക്ഷ. എന്നതുപോലെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയാകാം, ഇല്ലെന്ന് കരുതുന്നവർക്ക് അങ്ങനെയും ആകാം. നമ്മളിപ്പോൾ ആ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ നമുക്ക് ഈ മിശ്രവിവാഹവും ഒക്കെ ഉണ്ടായതിന് ശേഷം ഉണ്ടായ വലിയൊരു സംഭവം, നമുക്കൊരു ഭരണഘടന ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ ഈ രാഷ്ട്ര വ്യവസ്ഥയെ സെക്കുലർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സെക്കുലർ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത. അപ്പോൾ മതത്തെ അടിസ്ഥാനമാക്കിയല്ല നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക്കിൽ കാര്യങ്ങൾ നടക്കുന്നത്. മതം വേണമെന്നുള്ളവർക്ക് ആകാം, പക്ഷെ അത് അവരുടെ സ്വകാര്യമായ
അനുഭവം ആയി മാറണം, സ്വകാര്യമായ വിശ്വാസം ആയി മാറണം. അല്ലാത്തവർക്ക് മതം ഉള്ളവരുണ്ടാകും, മതമില്ലാത്തവരുണ്ടാകും. അതും രാഷ്ട്രവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല. അതാണ് ഈ മതനിരപേക്ഷത എന്ന് പറയുന്നത്. മതത്തെ നമ്മൾ തള്ളിക്കളയുന്നില്ല, മതത്തെ നമ്മൾ അങ്ങനെ ഒരു തള്ളിക്കളഞ്ഞ് മതരഹിതമായ സമൂഹം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു മതാധിഷ്ഠിത സമൂഹം ഉണ്ടാകണം എന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സെക്കുലർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ആ സെക്കുലർ മൂവ്മെൻറ്റിലേക്കുള്ള ഒരു ജനതയുടെ പ്രയാണത്തിൻ്റെ തുടക്കത്തിൽ ആദ്യകാലത്ത് ആരംഭിച്ച ഒരു നിശബ്ദമായ സാമൂഹിക വിപ്ലവം ആയിരുന്നു ഈ മിശ്ര വിവാഹം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്നും ആ പാതയിൽ സഞ്ചരിക്കാൻ തയ്യാറായി ധാരാളം യുവാക്കൾ മുന്നോട്ട് വന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ +2 വിദ്യാർത്ഥികൾ അവരെ നമ്മൾ അംഗീകരിക്കാനുള്ള കാരണം, അവർക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അംഗീകരിക്കാൻ കാരണം, അവരുടെ സർട്ടിഫിക്കറ്റിൽ മതം രേഖപ്പെടുത്തിയിട്ടില്ല. മതം രേഖപ്പെടുത്താത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കിട്ടാവുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ ഒന്നും വലിയ വില കൽപ്പിക്കാതെ മതമില്ലാത്ത ഒരു സമൂഹത്തിൽ മനുഷ്യരായി ജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതക്രമത്തിൽ സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്ന പൗരന്മാരായി ജീവിക്കാൻ അവർ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, നിങ്ങളുടെ ഈ പ്രവൃത്തി ഒരു അപകടത്തിനും കാരണമാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് ജാതിയിൽപ്പെട്ട ഹിന്ദുവായി, നായരായി, ഈഴവനായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല, മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മതമേ ഉള്ളൂ. ആ മതത്തിൻ്റെ പേര് മാനവികത എന്നാണ്. ഇംഗ്ലീഷിൽ ഹ്യൂമനിസം എന്ന് പറയും. അപ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന്, മനുഷ്യർക്കൊപ്പം മനുഷ്യത്വത്തോടുകൂടി സഹജീവിതം നയിക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ, അപ്പോഴാണ് നീതിയിൽ അധിഷ്ഠിതമായ, സാഹോദര്യത്തിൽ പ്രകാശിതമായ ഒരു സ്വതന്ത്ര സമൂഹം ഉണ്ടാവുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടു എന്നുള്ളതല്ല. അപ്പം അങ്ങനെ ധീരമായി ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്ന സമർത്ഥരായ ഈ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് പവിത്രൻ്റെ പേരിലുള്ള ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇത്രയും പേർ ഇന്നത്തെ ഈ ദിവസം വീട്ടിൽ സ്വസ്ഥമായിരുന്ന് വിശ്രമിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിരിക്കുന്ന ഈ ദിവസം ഇവിടെ സമ്മേളിക്കുകയും മനോഹരമായ ഈ ആശയം, ഈ ഹ്യൂമനിസ്റ്റ് ഐഡിയ പ്രചരിപ്പിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്ന നിങ്ങളെ പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് മതമില്ലാത്ത ജീവൻ അവാർഡിന് അർഹരായിട്ടുള്ള 9 പേരെയാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ തിരഞ്ഞെടുത്തിരുന്നത്. അതിനകത്ത് 4 പേര് എത്തിയിട്ടുണ്ട്. ഒരാൾ ട്രെയിനിലാണ് എത്തിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഈ കോച്ചിങ് ക്ലാസ്സും മറ്റ് പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഈ പ്രതിക്ഷോഭം, പെട്ടെന്നുണ്ടായ പ്രതിക്ഷോഭം ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. വന്നിട്ടുള്ള 4 പേരുടെ പേരാണ് ഞാൻ വിളിക്കുന്നത്. ഗദർ മാനവ് ആർ, അമ്മ രജനി PK, അച്ഛൻ ജോൺസൺ വിതുര തിരുവനന്തപുരത്ത് നിന്നാണ് എത്തുന്നത്. മതമില്ലാത്ത ജീവൻ ഗദർ മാനവൻ്റെ അച്ഛൻ ജോൺസൺ തിരുവനന്തപുരം ജില്ലാ യുക്തിവാദ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കേരള മിശ്രഭാവതിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളാണ്. CS അർജുൻ, അമ്മ വിജയശ്രീ.
CS അർജുൻ, അമ്മ വിജയശ്രീ, അച്ഛൻ സുനിൽകുമാർ, കൊല്ലത്തു നിന്നാണ് എത്തിയിട്ടുള്ളത്. ജീവൻ അനൂപ്, അമ്മ നിഷാമോൾ, അച്ഛൻ അനൂപ് OP, എറണാകുളം ജില്ലയിൽ നിന്നെത്തുന്നു. തേജസ് SB, അമ്മ ശ്രീകല TS, അച്ഛൻ വിനോദ് ജെയിംസ്, കോട്ടയം ജില്ലാ KYSന്റെ ജില്ലാ സെക്രട്ടറിയാണ്. മിഷോ ഓയിലിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് വിനോദ് സാർ.